So let's start our next topic, fire safety. Chapter 1-ലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫയർ സേഫ്റ്റി. എന്താണ് ഫയർ? ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ, അൺവാണ്ടഡ് ആയിട്ടുള്ള ഒക്കേഷൻ, ആവശ്യമില്ലാത്തൊരു സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു അൺകൺട്രോളബിൾ ക്വാണ്ടിറ്റിയിൽ ഫയർ വരുവാണെങ്കിൽ അത് വലിയ ഡിസാസ്ട്രസ് ഉണ്ടാക്കും അല്ലേ? പിന്നെ ലൈഫിന് അല്ലെങ്കിൽ സറൗണ്ടിങ്സിന് തന്നെ ഡാമേജ് ഉണ്ടാക്കും. So we can say when a fire is created in unwanted location, unwanted occasion and in uncontrollable quantity, it becomes the most disastrous thing which cause heavy damage to life and the surroundings. Okay, എന്താണ് ഫയർ? ആക്ച്വലി ഈ ചിത്രത്തിൽ കണ്ടോ, ഫ്യൂവല്, ഓക്സിജൻ, ഹീറ്റ്, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു ഫയർ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഫയർ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വാണ്ടിറ്റികൾ, 3 എലമെൻറ്റ്സ്, ഫ്യൂവല്, ഓക്സിജൻ, ഹീറ്റ് എന്ന ഈ എലമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫയറിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കും, അണയ്ക്കാൻ സാധിക്കും. ഫ്യൂവൽ മൂലമാണ് അവിടെ കൂടുതൽ ഫയർ ഉണ്ടായത് എങ്കിൽ നമ്മൾ ആ ഫ്യൂവല് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫയർ നമുക്ക് ഒഴിവാക്കാം. ഓക്സിജൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാലും ഫയർ എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. ഹീറ്റ്, അവിടുത്തെ ഹീറ്റ് റെഡ്യൂസ് ചെയ്തു, താപം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫയറിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 3 എലമെൻറ്റ്, ഫ്യൂവല്, ഓക്സിജൻ, ഹീറ്റ് എന്ന 3 എലമെൻറ്റ്സ് കൂടി ചേരുമ്പോഴാണ് ഫയർ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഫയർ ഈസ് ക്രിയേറ്റഡ് ബൈ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഓക്സിജൻ, ഹീറ്റ് ആൻഡ് ഫ്യൂവൽ. ഹീറ്റ് നമുക്ക് ഇഗ്നീഷൻ എന്ന് പറയാം. ഫയർ ഈസ് ക്രിയേറ്റഡ് ബൈ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഓക്സിജൻ, ഇഗ്നീഷൻ ഓർ ഹീറ്റ് ആൻഡ് ഫ്യൂവൽ. ഓക്സിജനും ഹീറ്റും ഫ്യൂവലും കൂടിയിട്ടുള്ള കമ്പൈൻഡ് ആക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറയാം നമുക്ക്. അതിനെയാണ് എന്ത് പറയുന്നത്? ആക്ച്വലി ഫയർ എന്ന് പറയുന്നത്. ഫയർ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയർ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഫയറുകളാണ്. നമുക്ക് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് കെ ഫയറുകൾ ഉണ്ടെന്ന് പറയാം. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയറിൽ പറഞ്ഞത്. എ ക്ലാസ് ഫയറിൽ എന്തൊക്കെയാണ്? ഓർഡിനറി കമ്പസ്റ്റബിൾ ആണ് എ ക്ലാസ് ഫയർ. അതായത് വുഡ്, പേപ്പർ, റബ്ബർ, പ്ലാസ്റ്റിക് തുടങ്ങിയ വസ്തുക്കളിലാണ് തീ പിടിക്കുന്നതെങ്കിൽ നമുക്കതിനെ എ ക്ലാസ് ഫയർ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ബി ക്ലാസ് ഫയർ. ഫ്ലെയിമബിൾ ലിക്വിഡ്സ് അല്ലെങ്കിൽ ഗ്യാസസ് എന്ന് പറയാം. ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസിനാണ് തീ പിടിക്കുന്നതെങ്കിൽ അത്തരം ഫയേഴ്സാണ് ക്ലാസ് ബി ഫയർ. ഈ ക്ലാസ് ബി ഫയറിൽ വരുന്നത് എന്തൊക്കെയാണ്? ലിക്വിഡ്സ്, ഗ്രീസ്, ഗ്യാസ്, ഇതിനൊക്കെയാണ്. ഓയിൽ, പെയിൻറ്റ്, ഇതൊക്കെ എല്ലാം അതിൽ പെടും. ഓക്കെ, ഇത്തരം ഫയറാണ് ക്ലാസ് ബി ഫയർ. നെക്സ്റ്റ് ഫയർ ടൈപ്പ് ഏതാണ്? ക്ലാസ് സി. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. ഫയേഴ്സ് ഇൻവോൾവിങ് ലൈവ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിന് തീ പിടിച്ചു കഴിഞ്ഞാൽ അത്തരം ഫയറാണ് ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കമ്പസ്റ്റിബിൾ മെറ്റൽസിന് വരുന്ന ഫയറാണ് എന്ത്? ക്ലാസ് ഡി. കമ്പസ്റ്റിബിൾ മെറ്റൽസ് അല്ലെങ്കിൽ കമ്പസ്റ്റിബിൾ മെറ്റൽ അലോയ്സിന് വരുന്ന ഫയറുകളാണ് എന്ത്? ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ക്ലാസ് കെ. കുക്കിങ്ങുമായി ബന്ധം. ഫയർ ഇൻ കുക്കിംഗ് അപ്ലയൻസ് ദാറ്റ് ഇൻവോൾവ്സ് കമ്പസ്റ്റിബിൾ കുക്കിംഗ് മീഡിയ. അതായത് നമ്മൾ വെജിറ്റബിൾ ഓയിൽസ്, അനിമൽ ഓയിൽസ്, ഫാറ്റ്, ലാഡ്സ്, ഇതൊക്കെയാണ് അത്തരം ഫയറുകൾ. ഇതുമൂലം ഉണ്ടാകുന്ന ഫയറാണ് എന്ത്? ക്ലാസ് കെ ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ക്ലാസ് കെ ഫയർ മെയിൻലി ഇൻ കുക്കിംഗ് അപ്ലയൻസ് ദാറ്റ് ഇൻവോൾവ്സ് കമ്പസ്റ്റിബിൾ കുക്കിംഗ് മീഡിയ. ഓക്കെ, നമ്മൾ ഒരു പാൻ ഉപയോഗിച്ച് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ, കുക്ക് ചെയ്യുന്ന സമയത്ത് ചട്ടിയിൽ അല്ലെങ്കിൽ പാനിലൊക്കെ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് മൊത്തത്തിൽ തീ ഉണ്ടാക്കും, അതിനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇത്തരം അതാണ് ക്ലാസ് കെ ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയർ മനസ്സിലായല്ലോ. ക്ലാസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡിയും കെയും മനസ്സിലായല്ലോ. എ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഓർഡിനറി ആയിട്ട് കമ്പസ്റ്റിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, വുഡ്, പേപ്പർ, പ്ലാസ്റ്റിക്. ക്ലാസ് ബി ഫയർ എന്ന് പറയുമ്പോൾ ഫ്ലെയിമബിൾ ലിക്വിഡ്സ്, കത്താൻ സാധ്യതയുള്ള ലിക്വിഡ്സ്, അതായത് ഗ്രീസ്, ഗ്യാസസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ക്ലാസ് സിയിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിന് വരുന്ന തീയാണെങ്കിൽ ക്ലാസ് സി എന്ന് പറയും. കമ്പസ്റ്റിബിൾ മെറ്റൽ, കത്താൻ സാധ്യതയുള്ള മെറ്റൽസിനാണ് തീ പിടിക്കുന്നതെങ്കിൽ അതിനെ ക്ലാസ് ഡി എന്ന് പറയും. കുക്കിംഗ് മെറ്റൽസ് ആണ്, മീഡിയയ്ക്കാണെങ്കിൽ ക്ലാസ് കെ ഫയർ എന്ന് പറയും. മനസ്സിലായല്ലോ.
ഇനി ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ആണ്. എക്സ്റ്റിങ്വിഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീ അണയ്ക്കുന്നതിനാണ് എക്സ്റ്റിങ്വിഷ് ചെയ്യുക എന്ന് പറയുക അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഓരോ ക്ലാസ് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഫയർ നമ്മൾ പറഞ്ഞു. ആ ഓരോ ക്ലാസ് ഫയറിനും എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ ഓരോ മെത്തേഡുകളുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വാട്ടർ ഫയർ എക്സ്റ്റിങ്വിഷർ, ഫോം ഫയർ എക്സ്റ്റിങ്വിഷർ, ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിങ്വിഷർ, കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഫയർ എക്സ്റ്റിങ്വിഷർ, വെറ്റ് കെമിക്കൽ ഫയർ എക്സ്റ്റിങ്വിഷറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഇട്ടുതരാം. ഓക്കെ, ഒരു വിത്ത് എ വീഡിയോ മൂവബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ ക്ലാസ്സിന് ശേഷം ഇട്ടുതരാം. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആലോചിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനാണ് തീ പിടിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ കൂടുതൽ വാട്ടർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ കൂടുതൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൽ ഒരിക്കലും വാട്ടർ ഫയർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഉപയോഗിക്കുക ഏതായിരിക്കും? വെറ്റ് പൗഡർ ആയിരിക്കും, ഡ്രൈ പൗഡർ ആയിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ CO2 ആയിരിക്കും. അപ്പോൾ ഓരോരോ ക്ലാസ് ഫയർ വരുമ്പോൾ അവിടെ ഇന്ന എക്സ്റ്റിങ്വിഷർ മാത്രമേ ഉപയോഗിക്കാൻ പാടൂ എന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞത്. ഈ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ഉണ്ടെന്ന് ആലോചിച്ച് വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സേഫ്റ്റി സിമ്പിൾസിനെ കുറിച്ചാണ്. ദർ ആർ ഡിഫറെൻറ്റ് സേഫ്റ്റി സിമ്പിൾസ് ഇൻ ഇലക്ട്രിക്കൽ വർക്കിംഗ്. അപ്പോൾ എന്തൊക്കെയാണ്? ഹസാർഡ് അലേർട്ട് ഉണ്ട്. ജസ്റ്റ് ഈ ഹസാർഡ് സിമ്പിൾ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ജസ്റ്റ് അലേർട്ട് ചെയ്യൂ, നിങ്ങളെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളാണ്. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ കാണ്ട് ഡു, അത് ചെയ്യരുത് എന്നുള്ള ഒരു സിമ്പിളാണ് പ്രൊഹിബിഷൻ സിമ്പിൾ. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ഡു, അത് ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷൂ ധരിക്കേണ്ട വർക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ഹെഡിൽ ഹെൽമെറ്റ് വെക്കേണ്ട വർക്കാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഡു എന്നാണ് ആ മാൻഡേറ്ററി സിമ്പിൾ പറയുന്നത്. സോ ഇൻഫോർമേഷൻ സിമ്പിൾ എന്താണ്? സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ഒക്കെ ഇൻഫോർമേഷൻ സിമ്പിളാണ്. സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ്, ഫസ്റ്റ് സേഫ്റ്റിയെ കുറിച്ചാണ് പറയുന്നത്. സേഫ്റ്റി ദാറ്റ്സ് ഇൻഫോർമേഷൻ സിമ്പിൾ. നെക്സ്റ്റ് ഈസ് വാർണിങ്ങും. ഇറ്റ് വിൽ ഹേർട്ട് യു, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സിമ്പിൾസാണ് വാർണിംഗ് സിമ്പിൾസ്. ആ സിമ്പിൾസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഇതാണ്ടോ ഈ കാണുന്നതാണ് സിമ്പിൾസ്. ഇതിൽ എന്തൊക്കെ സിമ്പിൾസ് ഉണ്ട്? ആ ട്രയാങ്കിളിൽ കാണപ്പെടുന്നത്, ട്രയാങ്കിളായിട്ട് മഞ്ഞ കളറിൽ ട്രയാങ്കിളായിട്ട് കാണപ്പെടുന്നതാണ് ഹസാർഡ് സിമ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വാർണിംഗ് സൈനാണത്, ഒരു വാർണിംഗ് തരുവാണ്. നെക്സ്റ്റ് ഒരു സർക്കിളിൽ ഒരു ക്രോസ് അല്ല, ഒരു ഡാഷ്ഡ് മാർക്ക് ഇട്ടിട്ട് ഫസ്റ്റ് കാണുന്ന ആ സിമ്പിൾസ് അല്ലേ, റെഡ് സർക്കിൾ വരച്ചിട്ട് കാണുന്നത്, ആ സിമ്പിൾസാണ് ഇത്തരം സിമ്പിൾസാണ് പ്രൊഹിബിഷൻ സിമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മോക്ക് ചെയ്യരുത് അങ്ങനത്തെയൊക്കെ കാണുന്ന സിമ്പിൾസാണ് പ്രൊഹിബിഷൻ സിമ്പിൾസ്. നെക്സ്റ്റ് ബ്ലൂ കളറിൽ കാണപ്പെടുന്ന സിമ്പിളാണ് മാൻഡേറ്ററി സിമ്പിൾ എന്ന് പറയുന്നത്. മസ്റ്റായിട്ടും ധരിക്കേണ്ട കാര്യങ്ങൾ, വെയർ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് മാൻഡേറ്ററി സിമ്പിളാണ്. ഇനി ആ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറായിട്ട് കാണുന്നതാണ് ഇൻഫോർമേഷൻ സിമ്പിൾസ്. എന്തൊക്കെയാണ് ഇൻഫോർമേഷൻ സിമ്പിൾസ് എന്ന് പറയുന്നത്? നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫോർമേഷൻ സയൻസ്, ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ആയിരിക്കും. സ്ക്വയറിലാണ് ഈ ഇൻഫോർമേഷൻ സിമ്പിൾ കാണിക്കുക, അല്ലെങ്കിൽ ഒബ്ലോങ്ങിലാണ് ഇത് കാണിക്കുക എന്ന് പറയും. അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് സിമ്പിൾ ആയിരിക്കും ഓൺ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്. ഒരു പച്ച ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറിലായിരിക്കും ഈ സിമ്പിൾ കാണിക്കുക. നമുക്ക് ഏറ്റവും നമുക്കൊരു പ്ലസ് ചിഹ്നത്തിൽ കാണുന്നത് ഫസ്റ്റ് എയ്ഡ് ആണ്. എവിടെ നോക്കിയാലും ഫസ്റ്റ് എയ്ഡ് ഈ രീതിയിലല്ലേ കാണാറ്. അപ്പോൾ ഇൻഫോർമേഷൻ സയൻസിന് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ഫസ്റ്റ് എയ്ഡ്. ബാക്കി മറ്റേ എക്സാമ്പിൾസൊക്കെ അവിടെ കാണുന്നുണ്ട് അല്ലേ. എമർജൻസി എക്സിറ്റ്, ഐ വാഷ്, ഇതൊക്കെയാണ് ഓൺ ദ ലെഫ്റ്റ്, ഓൺ റൈറ്റ്, ബിലോ, ഇതൊക്കെ എന്താണ്? ഇൻഫോർമേഷൻ സയൻസ് ആണ്. ജസ്റ്റ് ഇൻഫോം ചെയ്യണം നമ്മളെ. നെക്സ്റ്റ് സൈനാണ് പ്രൊഹിബിഷൻ സിമ്പിൾ എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ: നോ സ്മോക്കിംഗ്, ഫ്ലെയിമബിൾ ലിക്വിഡ്, നോ ആക്സസ് ഫോർ അൺഓതറൈസ്ഡ് പേഴ്സൺ, നോട്ട് ഡ്രിങ്കിങ് വാട്ടർ. ഇതൊക്കെ പ്രൊഹിബിഷൻ, നമ്മൾ തടയുകയാണ്, പ്രൊഹിബിറ്റ് ചെയ്യുകയാണ്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരം സിമ്പിൾസാണ് പ്രൊഹിബിഷൻ സിമ്പിൾസ്. നെക്സ്റ്റ് ഏതാണ്? മാൻഡേറ്ററി സിമ്പിൾസ്. മാൻഡേറ്ററി സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായും വെയർ ചെയ്യേണ്ട സാധനങ്ങളാണ്. ഇത് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഷൂ ധരിക്കണമെങ്കിൽ ഷൂ ധരിച്ചിരിക്കണം, ഹെൽമെറ്റ്, ഹാൻഡ് ഗ്ലൗ, ഓക്കെ, ഇതൊക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ലോക്ക്, അതൊക്കെ മാൻഡേറ്ററി സിമ്പിൾസാണ്. ആൻഡ് ഫൈനലി വാർണിംഗ് സൈൻ. വാർണിംഗ് സൈൻ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലാണ് കൊടുക്കുക, ട്രയാങ്കിൾ ആയിട്ട് വാർണിംഗ് സൈൻ. ഇഗ്നീഷ്യൻ്റെ വാർണിംഗ് സൈൻ, റിസ്ക് ടു എക്സ്പ്ലോഷൻ ലെഫ്റ്റിൽ, ഇതാണ് ഇഗ്നീഷ്യൻ, ഇതാണ് കണ്ടോ, ഈ കാണുന്നതാണ് ഇഗ്നീഷ്യൻ്റെത്. എക്സ്പ്ലോഷൻ, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നത്. പിന്നെ എന്താണ്? ഹൈ വോൾട്ടേജ്, ഈ ട്രാൻസ്ഫോമറിൻ്റെ അവിടെയൊക്കെ കാണാം, അല്ലെങ്കിൽ ലൈനിൻ്റെ അവിടെയൊക്കെ കാണാം, ഹൈ വോൾട്ടേജ് ആണ് എന്ന് കാണിക്കുന്ന സിമ്പിളാണിത്. ഇനി നെക്സ്റ്റ് ഏതാണ്?
ഇത് ജനറൽ വാർണിങ്ങിൻ്റെ ഒരു സിമ്പിളാണ്. ജനറൽ വാർണിങ്ങിൻ്റെ ഇറ്റ്സ് എ അലേർട്ടാണെന്ന് പറയാം ആസ് ആർ വാർണിങ്ങിന്. പിന്നെ എന്താണ് യൂസ് ഓഫ് മാസ്ക്, ദ റേഡിയേഷൻ, പോയിസൺ, ഇതൊക്കെ എന്താണ് വാർണിംഗ് സൈനാണ്. ഒരുപാട് വാർണിംഗ് സൈനുണ്ട്, ജസ്റ്റ് കുറച്ച് സൈൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇങ്ങനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട എങ്ങനെയാണ്, ട്രയാങ്കിളിലാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് വാർണിംഗ് സൈൻ ആണെന്ന് മനസ്സിലാക്കുക. So that's all about the sign. Thank you.